നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 38 വയസ്സിൽ ഞാൻ പുറത്തിറങ്ങി കല്യാണം കഴിച്ചോളാം കോടതി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ചില മീമുകളാണ് ഇതൊക്കെ. ചില വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്ത് ഗ്രീഷ്മയെ പരിഹസിച്ചുകൊണ്ടുള്ള ട്രോളുകളൊക്കെയാണ് വന്നത്. അതിന് പിന്നാലെയാണ്, അതിൽ തന്നെ കൊടുക്കുന്ന മറുപടിയാണ് കോടതി കൊലക്കയർ വിധിച്ചു, ഇനി നീ എന്ത് ചെയ്യും എന്നുള്ള വീഡിയോകളും. അതായത് ജനങ്ങൾ ഈ വിധി അവർ ആഘോഷിക്കുകയാണ്. അവർ അത്രത്തോളം കാത്തിരുന്ന ഒരു വിധിയായിരുന്നു പാറശാല ഷാരോൺ കൊലക്കേസിൽ കഴിഞ്ഞ ദിവസം കോടതിയുടെ നീതിയുക്തമായ ശിക്ഷ വിധിച്ചതിലൂടെ ജനങ്ങൾ അതിന് കൈയടിച്ചത്. കേരളം അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഇതിലാകെ അടിമുടി മാറ്റമുണ്ടാകും എന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊലക്കയർ വിധിച്ചിട്ടും ഗ്രീഷ്മ വളരെ ശാന്തമായി നിൽക്കുകയായിരുന്നു. സാധാരണ ഒരാൾക്ക് നിങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഞെട്ടലോ അല്ലെങ്കിൽ പേടിയോ കരഞ്ഞു നിലവിളിയോ അത്തരത്തിലൊക്കെ ഉണ്ടാകാം. എന്നാൽ കോടതി മുറിക്കുള്ളിലും കോടതി വളപ്പിലുമൊക്കെ ശാന്തമായിട്ടാണ് ഗ്രീഷ്മ ഉണ്ടായിരുന്നത്. ഒന്നുകിൽ അവർ മരവിച്ച് നിൽക്കുകയായിരുന്നു എന്ന് ഒരു കൂട്ടർ പറയുന്നു, മറ്റൊരു കൂട്ടർ പറയുന്നു അല്ല, ഇവളുടെ നാടകം കളിയാണ് എന്ന് പറയുന്നു. ജീപ്പിലിരുന്ന് ഇവർ അലറി കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അടുത്ത നാടകം കളി, മനോരോഗിയാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത് അവളുടെ കോൺഫിഡൻസ് ആണ് എന്ന് ഒരു കൂട്ടർ വ്യക്തമാക്കുകയാണ്. കാരണം അഭിഭാഷകൻ കൃത്യമായി തന്നെ അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. കോടതിയിൽ നിന്ന് ഇനിയിപ്പോൾ തൂക്കുകയർ കിട്ടിയാലും ഹൈക്കോടതിയിൽ എത്തുമ്പോൾ വിധിയാകെ മാറി മറിയും എന്ന് ഒരു ഉറപ്പ് ഈ അഭിഭാഷകൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടോ? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതായത് മറ്റു ചില കേസുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസിൽ ചില ചർച്ചകൾ നടക്കുന്നത്. കൊൽക്കത്തയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് പോലും ജീവപര്യന്തം ശിക്ഷ ലഭിച്ചപ്പോഴാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചിരിക്കുന്നത്. വധശിക്ഷ ലഭിക്കുമെന്ന് പ്രതിഭാഗം കരുതിയതേയില്ല. ജീവപര്യന്തം ശിക്ഷ ലഭിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ നേരിട്ട് തെളിവുകൾ ഇല്ലാത്ത കേസിൽ വധശിക്ഷ ലഭിച്ചത് വലിയ ഞെട്ടലാണ് പ്രതിഭാഗത്തിനുണ്ടാക്കിയത്. സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. നേരിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തതിനാൽ പരമാവധി ജീവപര്യന്തം വരെയാണ് പ്രതിഭാഗം പ്രതീക്ഷിച്ചിരുന്നത്. ഷാരോണിന്റെ ശരീരത്തിലെ വിഷത്തിന്റെ അംശമടക്കമുള്ള തെളിവുകൾ ഹാജരാക്കാനും അന്വേഷണ സംഘത്തിനായിരുന്നില്ല. മാത്രമല്ല, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിക്കരുതെന്ന് മേൽക്കോടതികൾ പലപ്പോഴും നിർദ്ദേശിച്ചിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്നതും പ്രതിക്ക് അനുകൂല ഘടകമായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സമൂഹത്തിൽ വീണ്ടും പ്രശ്നമായി മാറുന്ന പ്രതികൾക്കാണ് സാധാരണ വധശിക്ഷ വിധിക്കുന്നത്. പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെയാണ് കോടതി പരമാവധി ശിക്ഷ വിധിച്ചത് എന്നാണ് പ്രതിഭാഗത്തിന്റെ പരാതി. തുടക്കത്തിൽ ഗ്രീഷ്മ കുറ്റം ചെയ്തിട്ടില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതോടെ കൊല്ലപ്പെട്ട ഷാരോണിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിഭാഗം കോടതിയിലെത്തി. ഇവർ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഷാരോൺ രാജ് ഗ്രീഷ്മയെ നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും ഗത്യന്തരമില്ലാതെ സംഭവിച്ച കൊലപാതകമായിരുന്നുവെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു. ഇതൊന്നും നെയ്യാറ്റിൻകര കോടതി മുഖവിലക്കെടുത്തില്ല. പക്ഷേ ഇതൊക്കെ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ജഡ്ജി ഇതെല്ലാം തന്നെ നോട്ട് ചെയ്തു വെക്കും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. വധശിക്ഷ മാറുമോ എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ കേസെത്തുമ്പോൾ. ഗ്രീഷ്മയുമായിട്ടുള്ള സ്വകാര്യ ചിത്രങ്ങൾ ഷാരോൺ മൊബൈലിൽ ചിത്രീകരിച്ച് സൂക്ഷിച്ചിരുന്നു. ഇതൊക്കെ ചിത്രീകരിച്ച് സൂക്ഷിച്ചത് ഷാരോണിന്റെ സ്വഭാവ ദൂഷ്യമായി കണക്കാക്കാൻ തയ്യാറായില്ല എന്നും പ്രതിഭാഗം പറയുന്നുണ്ട്. അറസ്റ്റിലായ സമയത്ത് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ മജിസ്ട്രേറ്റ് ഗ്രീഷ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിലും ഷാരോൺ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായി ഗ്രീഷ്മ പറഞ്ഞിരുന്നു. ഇതൊന്നും കോടതി പരിഗണിച്ചില്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ പരാതി. വിധി നിയമപരമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതല്ല എന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. പ്രതിഭാഗത്തിനായി അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്താണ് ഹാജരായത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വധശിക്ഷ ഹൈക്കോടതിയുടെ 2 അംഗ ബെഞ്ച് സ്വാഭാവികമായി പരിശോധിച്ചു. കുറ്റം ചെയ്തിട്ടില്ലെന്ന വാദത്തിൽ തുടക്കത്തിൽ ഉറച്ചുനിന്ന ഗ്രീഷ്മ പിന്നീട് കുറ്റം സമ്മതിച്ചിരുന്നു. കൊല ചെയ്തു എന്ന് സമ്മതിച്ചതിനാൽ പ്രോസിക്യൂഷന്റെ ഭാഗം ബലപ്പെട്ടു. കൊലപാതകത്തെ ന്യായീകരിക്കാൻ നിരത്തിയ കാരണങ്ങൾ തള്ളിയതോടെ ഗ്രീഷ്മയ്ക്ക് മേൽ കുരുക്ക് മുറുകുകയായിരുന്നു.
ഉടൻ തന്നെ ഹൈക്കോടതിയിലേക്ക് പോകാനാണ് ഇപ്പോൾ ഗ്രീഷ്മയുടെ നീക്കം എന്നുള്ളത് വ്യക്തമാകുകയാണ്. അതായത് ഹൈക്കോടതിയിൽ ഇതെത്തുമ്പോൾ വധശിക്ഷ മാറി ജീവപര്യന്തമാകും എന്നാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകനും കണക്ക് കൂട്ടുന്നത്. ഷാരോൺ നല്ലവനല്ല എന്ന് തെളിയിച്ചെടുക്കാനുള്ള ഒരു നീക്കം അതിശക്തമായി ഗ്രീഷ്മയുടെ അഭിഭാഷകൻ നിരത്തും. ഇത് മാത്രമല്ല, തന്റെ എല്ലാ സ്വത്തുക്കളും വിറ്റിട്ടാണെങ്കിലും കേസ് നടത്തുമെന്ന് മുൻപ് ഗ്രീഷ്മ പറഞ്ഞിരുന്നു എന്നുള്ള ചില വാദങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ നടന്നിരിക്കുന്ന മറ്റൊരു നീക്കം, ഷാരോണിന് ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ചാണല്ലോ കഷായം കൊടുക്കുന്നത്, ആ വീട് വിറ്റു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് സാരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.